ഇതാണ് ആ ബിൽഡിങ്. നോക്കി വേടാ, ഇതാണ് ബിൽഡിങ്. ആക്ച്വലി വന്നിട്ട് ഞങ്ങൾ അകത്ത് പോയിട്ട് ഇൻട്രോ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. Oh my god. എൻ്റെ മോനെ എന്തോന്നടത് വേറെ മാതിരി. ഹായ് ഗൈസ്, പുതിയ പോസ്റ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, നിങ്ങൾ ഇതിൻ്റെ പകൽ ടൈം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് നൈറ്റ് ടൈം ഒരു വേറെ ലെവൽ എക്സ്പ്ലോറിങ് വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അതും വേറെ ലെവൽ ഒരു ഹാൻഡ്രഡായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഓൾറെഡി കുറേ പേര് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഇതാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻ. നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ജിന്നാണ് നമ്മുടെ ജിൻ സീരീസിലെ ചാപ്റ്റർ 2 സീരീസ് 2-ലെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിൻ സീരീസിലെ ആക്ച്വലി നമ്മൾ ജിൻ സീരീസ് ചെയ്തിട്ട് കുറേ മാസങ്ങളായി. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചിട്ട് അതിന് പറ്റിയൊരു സമയം പറ്റിയൊരു ലൊക്കേഷൻ ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി വന്നിട്ട് ഇവിടെ ഇതിനു മുന്നേ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു അതായത് ഒരു ശൂന്യക്കാരി കിളവി, ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മ, അവരാണ് ഇവിടെ ഉള്ളതെന്നും അവരുടെ ആത്മാക്കൾ, അത് വേറെ ഒരു വലിയ സ്റ്റോറിയാണ്. ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ല, ഫസ്റ്റ് ഒരു കുറിച്ച പോലെ കേട്ടായിരുന്നു. അപ്പോഴേ ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ജിൻ വീഡിയോ ആണ്. ജിൻ സീരീസിലെ സീരീസ് 2-ലെ വന്നിട്ട് ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അത് എങ്ങനെ വരും എങ്ങനെ ഒരു പിടുത്തമില്ല. ഇവിടെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളവർ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ബ്രോ അവിടെ വന്നിട്ട് ആ ഒരു അതായത് ആ ഒരു ശൂന്യക്കാരി അവരുടെ പ്രസൻസിനേക്കാൾ ഉപരി ഇവിടെ വന്നിട്ട് വേറൊരു പ്രത്യേക തരത്തിലുള്ള പ്രസൻസ് എന്ന് അറിയാൻ സാധിച്ചു. അത് ജിന്നാണോ എന്ന് ഡൗട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കൺഫേം ആക്കി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രിക്കോഷൻസ് എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് തന്നെ നജീബിനെ അറിയാവുന്ന 1-2 ആളുകളായിട്ട് സംസാരിച്ച് കുറേ പ്രോസസ്സിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് വേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പം ആ എപ്പിസോഡ് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇന്നെൻ്റെ കൂടെ വന്നിരിക്കുന്ന നജീബാണ്. സോ ഈ ഒരു ജിൻ ഫസ്റ്റ് നീ ഇതിനു മുമ്പേ ഗോസ്റ്റ് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. ജിൻ വീഡിയോയിൽ വന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇതെങ്ങനെ എനിക്ക് എന്ത് തോന്നുന്നുണ്ട്? ഈ സ്ഥലങ്ങളുടെ നമുക്ക് വേറെ വീടെടുക്കാൻ വന്നത്, പക്ഷെ ഈ സ്ഥലം കണ്ടിട്ട് രാത്രി കണ്ടന്നെ പേടിയാവുക. അതുപോലെ തന്നെ മൊത്തത്തിൽ എന്തോ കുറച്ച് ഒറ്റ പറയടാ, കേൾക്കാൻ വേണ്ട. പ്ലേസ് ഒന്നുമില്ല. അത് മാത്രമല്ല ഇപ്പൊ തന്നെ ഇവിടുത്തെ കാര്യം പറയാൻ വേണ്ടി തന്നെ ഇവിടെ സമ്മതിക്കാത്ത പോലെയാണ്. മൊത്തത്തിൽ പക്ഷികളും കാര്യങ്ങളൊക്കെ ഒച്ചയും ബേണോ മറ്റോ അതല്ലാതെ തന്നെ ഇവിടെ ഫുഡ് സ്റ്റെപ്പ് അത് ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താവും അറിയില്ല. പിന്നെ ഈ ജിന്നിന്റെ വീഡിയോ ഞാൻ സൂര്യബ്രാന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഒരു ഇത് വന്ന് കണ്ടിട്ടുണ്ട്. സീരീസ് ഫസ്റ്റ് 1 ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണെങ്കിൽ അറിയില്ല എങ്ങനെയാണെന്ന്. ഇപ്പം എന്തായാലും ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇതൊക്കെയാണ് ചെയ്തിട്ടേ പോകുള്ളൂ. അതാണ് കാര്യം. ഇതൊക്കെ ആയാലും ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ വെച്ചാൽ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ഉണ്ടാവോ ഇല്ലേ. ബേർഡ്സിന്റെ സൗണ്ട് കിട്ടി പാടും. കൈസ് വന്നിട്ട് വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എടുത്തോ എനിക്ക് ഒരു കുഴപ്പമില്ല. ഭയങ്കരമായിട്ടാണ് കഷ്ടപ്പെട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഹൈവേ കൂടെ നടന്ന് ഒരു വെയിലത്ത് നടന്നാണ് ലൊക്കേഷൻ എത്തിയത്. സോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലൈക്ക് മാത്രമാണ്. ആ ലൈക്ക് മാത്രം നിങ്ങൾ വന്നിട്ട് മസ്റ്റായിട്ട് ചെയ്യുക. അത് പ്രത്യേകിച്ച് ഈ സീരീസിന് വളരെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു സീരീസാണ് ഇത് ജിൻ സീരീസ്. ലൈക്ക് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഈ വീഡിയോയ്ക്ക് വന്നിട്ട് 3K ലൈക്ക് വന്നാൽ മാത്രമേ ഞാൻ വന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡ് ബി ചെയ്യത്തുള്ളൂ, അത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. സോ 3K ലൈക്കാണ് ടാർഗറ്റ്. സോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ ഭാഗത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. അജീബേ തുടങ്ങാം. ഓക്കെ കേട്ടോ, ഓരോ സ്റ്റെപ്പും അധികം ഫുഡ് സ്റ്റെപ്പ് അധികം കേൾക്കാതെ പോകട്ടോ, എന്നാൽ മാക്സിമം സൗണ്ടിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗായ്സ് ഇതിനായിട്ട് 2-3 പ്ലോട്ടായിട്ട് തിരിഞ്ഞ് കിടക്കുകയാണ്, 2-3 പ്ലോട്ടായിട്ട്, സോറി 2-3 സെക്ഷനായിട്ട് തിരിഞ്ഞ് കിടക്കുകയാണ് ഈ ഒരു ബിൽഡിംഗ്. ഇത് ലാബ്. എന്തോ നോക്കി എന്റെ ദൈവമേ. ഹലോ, ആരാ അത്? ഹലോ ഹലോ, അവിടെ നിക്ക്. ആരാ ബ്രോ അത്? ഇവിടുന്ന് രൂപത്തം കണ്ടു നമ്മളിപ്പോ. എന്തുവരുന്ന സംഭവം? തുടങ്ങിയതേ ഉള്ളൂ. ഒരു ക്യാമറ ചൂടി തുടങ്ങിയുള്ളൂ. നമ്മളിത് ഓക്കെ. ഹലോ, ഹലോ ബ്രോ. ഓക്കെ, ഇതിപ്പോ എന്താ? ഏത് കല്ലോ? ആ സൂക്ഷിക്കണോട്ടാ. ഓക്കെ ബ്രോ, കമ്പിയല്ലേ എൻ്റെ ദൈവമേ. നോക്കിയോട്ടെ അജീബ് വലിയ കയറല്ലോ കൊണ്ടേക്കോട്ട് കേട്ടോ. പറഞ്ഞ സൗണ്ട് പറയട്ടെ, കേൾക്കത്തില്ല. ഹലോ, ഹലോ, സൗണ്ട് ഇട്ടില്ല ഇപ്പോ. ഇടിച്ചു പൊളിക്കണം. പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ രൂപത്തെ ക്യാപ്ചർ ചെയ്തു. ബ്രോ ഹലോ, ആരാണെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വരേണ്ടതാണ്. എനിക്ക് കാണുമ്പോഴത്തേക്ക് അർസർ കോളേജിൻ്റെ ഫീലാണ് വരുന്നത്. ഇത് വിട്ടത്തെ സെയിം പൊസിഷൻ അർസർ കോളേജിന്. അത് നടക്കുന്നത്. ഹലോ, ഹലോ, നടക്കുന്നുണ്ടല്ലേ?
എൻ്റെ ജസ്റ്റ് മിസ് ബ്രോ, തലേ വന്നിട്ട് വീണാൻ ഇപ്പോൾ ജസ്റ്റ് മിസ്. ഇവിടുന്ന് വന്നേ, ഇത് പൊളിഞ്ഞു വന്നതാ. പിന്നെ പൊളിഞ്ഞല്ലേ ഈ സാധനം വീട് വീഴുന്നത്. ഹലോ, മറ്റേ ശൂന്യക്കാർ കളയുകയാണ് ഇതിന്. പക്ഷെ ഇവിടെ വന്നിട്ട് അവർ ജിന്നിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഇതിപ്പം ജിന്നാണോ വേറെ ഇടിച്ചു പൊളിക്കണം? അല്ല പറയും ഇതിപ്പം ജിൻ. എൻ്റെ ദൈവമേ, സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു ആളെ കാണുന്നില്ല. അടുത്തുന്ന മീൻസ് നമ്മൾ നടക്കുമ്പോ നമ്മുടെ പുറകെ തന്നെയുള്ള വരിക. പക്ഷെ ഇത് എവിടെന്ന എന്താ ഒന്നും മനസ്സിലാവുള്ള കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? മനുഷ്യന്മാരെവിടെ ഉള്ളേ? ആരെവിടെ? എനിക്ക് പറയേണ്ടത് ജിന്നാണോ അത് മറ്റേ പ്രായമായിട്ട് അമ്മൂമ്മയാണോ എന്ന് അറിയേണ്ടത് എനിക്ക്. ആരാണെങ്കിലും പറഞ്ഞത്, അല്ലാതെ മനുഷ്യന്മാരല്ല. ആ അമ്മൂമ്മ ഇവിടെ ഉണ്ടോ? ആ പ്രായമായിട്ടുള്ള അമ്മൂമ്മ ഇവിടെ എങ്ങനെ ഉണ്ടോ? എന്താ ബ്രോ അത്? എനിക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ പുഷ്ടി പതി കേൾക്കാതെ വാട്ടോ സൗണ്ട് കാണ്ട്. ഹലോ, ഇവിടെ ഒന്നല്ലേ പോയിട്ട് പറഞ്ഞതിന് മറ്റേ കോളേജ് പോലെ തന്നെ ഇത് ആ വീഡിയോ ഉണ്ടായിരുന്നു. ലാബാണിത്. ഞങ്ങളുടെ ബാഗ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ലാബ്. സൗണ്ട് ക്യാപ്ചർ ആവട്ടെ. നിങ്ങൾ ജിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സൗണ്ട് വയ്ക്കാമോ? ക്രീപ്പി സൗണ്ട്. കൺഫേം ജിന്ന കൺഫേം ബ്രോ. ഇതാണ് ഡൗട്ടുകൾ. ഇതായിരുന്നു അത് ജിന്നാണോ വേറെ? എൻ്റെ പൊന്നത് എക്സ്ട്രീം. ഓ മൈ ഗോഡ്. ആരാണെങ്കിൽ ആ ക്യാമറ വരാൻ പറ്റുമോ? ജിന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ജിന്നാണെന്നുള്ളത്. ക്യാമറയുടെ മുമ്പ് വരാൻ പറ്റുമോ? ആരാണെങ്കിൽ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പ് വരാൻ പറ്റുമോ? ഇപ്പം ജിന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ജിന്നാണെന്നുള്ളത്. ക്യാമറയുടെ മുൻപിൽ വരാൻ പറ്റുമോ?
അമ്മൂമ്മയുണ്ടോ? അത് ജിന്ന് മാത്രമുള്ളോ? ഇവിടെ ഇപ്പോൾ ജിന്നാണ് കൺഫേമായി. പറയാൻ പറ്റൂല ബ്രോ. എവിടെ? Oh my god. എനിക്ക് ജിന്നാന്ന് ശരിക്കും മനസ്സിലായി, ക്ലിയർ ആയിട്ട് മനസ്സിലായി ജിന്നാണെന്നുള്ളത്. തമിഴ് ഭാഷ കറക്റ്റ് അല്ല, ഒരു സംശയമുണ്ട്, അതിൻ്റെ പ്രസൻസ് ഫീൽ ആവുന്നുണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നു. ചെറുതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കൺഫേം ആയ സംഭവം. അവന്മാർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവന്മാർക്ക് കിട്ടിയായിരുന്നു. ചില്ലിന്റെ സൗണ്ട് ചങ്ങല് ചങ്ങല് കണ്ടാ വേണ്ട വാപ്പാ. ഇതിൻ്റെ ഫുള്ള് കുപ്പിച്ചിട്ട് പൊട്ടിച്ചിട്ടേക്കുന്നുണ്ട്. അല്ല ബ്രോ, ഒരു കാര്യം ചെയ്യാം, നമ്മൾ നടക്കുന്ന അവിടെ പുറകെ ഉണ്ട് ഇത്. ഈ സൗണ്ട് അവിടെ പുറകെ തന്നെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുക. അടുത്ത് തന്നെ ഉണ്ട്. എന്താ നിങ്ങളുടെ പ്രസൻസ് ആണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അടുത്ത് വരാൻ പറ്റുമോ? ക്യാമറയുടെ മുൻപിൽ വരാൻ പറ്റുമോ? മുമ്പ് വന്നിട്ട് തന്നെ പറയാനുണ്ടായിരുന്നു. ചെടിയുടെ നേരിലായിക്കോടാ. ലൈറ്റ് അങ്ങോട്ട് അടിക്കുമ്പോ നിഴലിങ്ങനെ അവിടെ തന്നെ അവിടെ ഇരുട്ടായിരുന്നു. ഇരുട്ടോ? ആ ഇതുപോലെയായിരുന്നു. എടാ അത് ആയിക്കോട്ടെടാ, എൻ്റെ കഥ ക്യാമറയില്ല. നീ ആ പെട്ടെന്ന് ക്യാമറ തിരിച്ചാൽ അങ്ങോട്ടൊന്ന്. നീ എന്നെ വിളിച്ച് കാണിക്കണമെന്നൊന്നുമില്ല. നീ ആ ക്യാമറ തിരിച്ച് ക്യാപ്ചർ ചെയ്യേ. ഇഷ്ടം പോലെ പേര് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ദൈവമേ, ഓ അയ്യോ, കുപ്പിച്ച് വന്നു കേട്ടോ. ഞാൻ വന്നിട്ട്
സൗണ്ട് വന്നിട്ട് മൈൽഡായിട്ട്, വളരെ മൈൽഡായിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണ് ഒന്നും കൂടി ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്. നജീബിന്റെ തൊട്ടടുത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തൊട്ട് ബേക്കുന്ന ആക്ടിവിറ്റീസ് തന്നെ, അത് മീൻസ് കല്ല് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പാട്ട് കാണാം. ഒന്നും കാണുന്നില്ല, സൗണ്ട് മാത്രം ക്ലിയർ ആയിട്ടുണ്ട്. എവിടെ വന്നത്? നിങ്ങൾക്കൊന്നും ആ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. ഇതിനകത്ത് പോയിട്ട് സൗണ്ട് നിങ്ങൾ ആരാണെന്നെങ്കിലും എനിക്ക് മനസ്സിലായി, ജിന്നാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ജിന്നാണെങ്കിൽ പോലും നിങ്ങൾ ഇതോട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ആര് ചെയ്യണേ? മോളിന്ന് പറയാ ബ്രോ, ആ ഭാഗത്തുനിന്ന് വരിക. ഇതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നു. വളരെ മൈൽഡായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ എന്തായാലും